പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടാതെ വളരെ വിഷമിച്ച് കഴിയുന്ന മകനോട് അപ്പൻ പറഞ്ഞു, എന്തുമാത്രം കാശ് മുടക്കി ലോൺ എടുത്തുമാണ് നിന്നെ ഇതുവരെ പഠിപ്പിച്ചത്. ഇത്രയും നാൾ പഠിപ്പിച്ചിട്ട് എന്ത് ഉപകാരമാണ് നിന്നെക്കൊണ്ട് ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത്? അത് കുറച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ മകൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ ഉണ്ടായതെന്ന്. ശരിയല്ലേ? സത്യത്തിൽ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചു, കുഞ്ഞിനെ കിട്ടി. അതിനെ നല്ല രീതിയിൽ ദൈവവിശ്വാസമായിട്ടും എന്തുമാത്രം നല്ല രീതിയിൽ വളർത്താവോ അത്രയും നല്ലതായി വളർത്തുന്നതിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും അതെല്ലാം സഹിച്ച് നമ്മൾ ആ കുഞ്ഞിനെ വളർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പല മാതാപിതാക്കളും പറയുന്നുണ്ട്, ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു, അവന് നല്ല ജോലി കിട്ടി, നല്ല നിലയിലായി, കല്യാണം കഴിഞ്ഞു, പക്ഷേ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. പക്ഷെ അവർ മറന്നു പോകുന്ന കാര്യം അത് നമ്മുടെ ഉത്തരവാദിത്വമായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളങ്ങനെ വളർത്തി കഷ്ടപ്പെട്ടു, അത് ചെയ്തു ഇത് ചെയ്തു, അതുകൊണ്ട് അവർ നമ്മളെ നോക്കണമെന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു സ്വാർത്ഥതയായിട്ടാണ് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്. പിള്ളേരാണ് തിരിച്ചറിയേണ്ടത്. ഞങ്ങളെ ഇത്രയും പഠിപ്പിച്ച് ഈ നിലയിലാക്കി, ഞങ്ങൾ ഇന്ന് ഈ നിലയിലാകാനുള്ള കാരണം ഞങ്ങളുടെ പേരൻസാണെന്നുള്ള തിരിച്ചറിവുണ്ടാകേണ്ടത് പിള്ളേർക്കാണ്. അവർക്ക് പൈസ ഇല്ലാത്ത അവസരത്തിൽ, അവരുടെ രോഗാവസ്ഥയിൽ, വാർദ്ധക്യത്തിൽ ഒക്കെ പേരൻസിന് താങ്ങും തണലുമായി പിള്ളേർ നിൽക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള തിരിച്ചറിവ് പിള്ളേർക്ക് എന്നുണ്ടാകുന്നു അന്ന് നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ തീരും. അതുപോലെ മക്കളെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക, നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കൊടുക്കുക. റിട്ടയർമെൻറ്റ് ഹോമും അതുപോലുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നുണ്ടല്ലോ. പിള്ളേരെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മളും നമുക്കായി കുറച്ച് പൈസ മാറ്റി വയ്ക്കുക. തീരെ പാവങ്ങളെ പറ്റിയല്ല പറയുന്നത്, പൈസ ഉള്ളവരും അങ്ങനെ ചെയ്യാറില്ല, പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റിട്ടയർമെൻറ്റ് ഹോമിലേക്ക് പോവുക, അവരെ അവരുടെ വഴിക്ക് വിടുക, അവർ പോയി ജീവിക്കട്ടെ. നമ്മളെന്തിന് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കണം? നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ, പാർട്ണറുടെ കൂടെ സമാധാനമായി സന്തോഷമായി ബാക്കിയുള്ള കാലം ജീവിക്കുക.